ലോകോൽപത്തിക്കും മുമ്പേ നമ്മെ പ്രിയപുത്രൻ മുഖാന്തരം തിരഞ്ഞെടുത്ത പിതാവായ ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ ഞാൻ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഉള്ള സ്നേഹവും വന്ദനങ്ങളും ഏവരെയും അറിയിക്കുകയും ചെയ്യുന്നു. ഒരു ഞായറാഴ്ചത്തെ നമ്മുടെ സഭായോഗങ്ങൾക്കും മറ്റും ശേഷമായിട്ട് ഇന്ന് വീണ്ടും പതിവ് പോലെ ദൈവവചന പഠനത്തിനായി കർത്താവിൻ്റെ സന്നിധിയോട് ചേർന്ന് വരുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്തതിനാൽ ദൈവത്തെ വാഴ്ത്തുകയാണ്. ദൈവം നമ്മെ തുടർന്നും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. നമ്മൾ പഠിച്ചു വരുന്ന തിരുവചന ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നു. നമുക്കൊരിക്കൽ കൂടെ എബ്രായ ലേഖനം 2-ാമത്തെ അധ്യായം 9-10 വാക്യങ്ങൾ വായിക്കാം. എങ്കിലും ദൈവകൃപയിൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായി യേശു മരണം അനുഭവിച്ചത് കൊണ്ട് അവന് മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. സകലത്തിന് ലാക്കും സകലത്തിന് കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളിൽ തികഞ്ഞവനാക്കുന്നത് യുക്തം ആയിരുന്നു. സ്തോത്രം. നാം കഴിഞ്ഞ ചില ദിവസങ്ങളായി ഈ വാക്യങ്ങളെ ആധാരമാക്കിക്കൊണ്ടാണല്ലോ തിരുവചനം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. നാം ഇതിൽ നിന്നും ദൈവത്തിന് മനുഷ്യനെക്കുറിച്ച് ഉണ്ടായിരുന്നതും പാപം നിമിത്തം നഷ്ടപ്പെട്ടു പോയതുമായ ആഗ്രഹത്തെയും ലക്ഷ്യത്തെയും കുറിച്ച് കണ്ടു. എന്നാൽ ആ നഷ്ടപ്പെട്ടു പോയ ദൈവിക ലക്ഷ്യത്തിലേക്ക് മനുഷ്യനെ മടക്കിക്കൊണ്ടുവരേണ്ടതിന് മനുഷ്യനായി തന്നെ ഭൂമിയിലേക്ക് വന്ന ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് ഇപ്പോൾ നാം ഈ വാക്യങ്ങളിൽ കാണുന്നത്. ക്രിസ്തുവിനെ കുറിച്ചുള്ള 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് 9-ാമത്തെ വാക്യത്തിൽ നിന്നും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ദൂതന്മാരെക്കാൾ അതിശ്രേഷ്ഠനായിരുന്നിട്ടും നമ്മെ വീണ്ടെടുക്കേണ്ടതിന് 10-ാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മെ തേജസ്സിലേക്ക് നടത്തേണ്ടതിന് യേശു ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ച വന്നവനായി നമ്മോട് സമനായിട്ട് തീർന്നു. രണ്ടാമത് നമ്മൾ കണ്ടു, യേശുക്രിസ്തു നമുക്കെല്ലാവർക്കും വേണ്ടി മരണം അനുഭവിച്ചു. മരണം 3 ആസ്വദിച്ചു. 4 അതുകൊണ്ട് മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം യേശുവിനെ കാണുന്നു. ഈ 4 കാര്യങ്ങൾ, അതിൽ ബഹുമാനവും മഹത്വവും എന്നുള്ള ഭാഗത്തെ നമ്മൾ അല്പമായിട്ട് കാണുകയുണ്ടായി. സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിന് തൻ്റെ ദൈവത്വത്തിൻ്റെ പൂർണ്ണതയിൽ ഉള്ള മഹത്വവും, 2 കർത്താവായ യേശു മനുഷ്യനായി വന്ന് ജഡമെടുത്തത് കൊണ്ട് ആ ജഡത്തിൽ മരണം അനുഭവിച്ചതുകൊണ്ടും ആസ്വദിച്ചതുകൊണ്ടും ദൈവം അവനെ ഏറ്റവും ഉയർത്തി മഹത്വവും ബഹുമാനവും അണിയിച്ചിരിക്കുന്നതും നമ്മൾ കണ്ടു. അങ്ങനെ ആ തേജസ്സിൻ്റെ ബഹുമാനത്തിൻ്റെ അല്ലെങ്കിൽ ആ മഹത്വത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും 2 അവസ്ഥകളെക്കുറിച്ചും നമ്മൾ കണ്ടു. ഒന്ന്, ഒരു പ്രകാശം. സാധാരണ നമ്മൾ തേജസ് അല്ലെങ്കിൽ
മഹത്വം എന്ന് പറയുന്നത് ഷെക്കേന എന്ന് നമ്മൾ വിളിക്കാറുള്ള ആ ഒരു കാണാൻ കഴിയുന്ന ഒരു വെളിച്ചം, ഒരു ഒരു തേജസ്, ഒരു പ്രകാശം, അതിനെ മഹത്വം എന്ന് വിളിക്കാറുണ്ട്. നിന്റെ മഹത്വം ഇറങ്ങണമേ എന്നൊക്കെ നമ്മൾ പൊതുവെ പ്രാർത്ഥിക്കുമ്പോൾ ഷെക്കേനെ അയക്കണേ എന്നൊക്കെ നമ്മുടെ സാധാരണ സഭായോഗങ്ങളിലെ പ്രാർത്ഥനകളാണല്ലോ. എന്തുമാത്രം അതൊക്കെ ഹൃദയത്തിൽ തട്ടിയാണ് പറയുന്നതെന്ന് ദൈവം അറിയുന്നു. ഏതായാലും ആ പറയുന്ന തേജസ്സും മഹത്വവും എല്ലാം നമുക്ക് കാണാൻ കഴിയുന്ന തരത്തിലെ ഒരു തേജസ്സാണ്. സ്തോത്രം. ഇസ്രായേൽ മക്കളോട് കൂടെ അവർക്ക് കാണാനും അനുഭവിക്കുവാനും കഴിയുന്ന അളവിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നത് പോലെ. രണ്ടാമത്തെ അർത്ഥം നമ്മൾ കണ്ടു, എല്ലാവരും പുത്രനെ ബഹുമാനിക്കുന്ന ഒരവസ്ഥ. കാരണം യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ ഏറ്റവും അപമാനിതനായി. തൃത്വത്തിൽ ഏറ്റവും അപമാനിക്കപ്പെട്ട ആളത്വം, വ്യക്തിത്വം യേശുവിൻ്റെതാണ്. യേശുവിനെ ഭൂമിയിലായിരുന്ന സമയത്ത് വേശ്യാപുത്രൻ എന്ന് വരെ വിളിച്ചു, ഭൂതഗ്രസ്തൻ എന്ന് വിളിച്ചു. ഏറ്റവും യേശുവിനെ നിന്ദിച്ചു, മുഖത്ത് തുപ്പി. അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. ഏറ്റവും കൂടുതൽ ഒരു വ്യക്തിയെ നിന്ദിക്കുന്ന രണ്ട് അതിഘോരമായ അവസ്ഥകളാണ് തുപ്പുക എന്നതും വിവസ്ത്രനാക്കുക, നഗ്നനാക്കുക എന്നതും. ഇത് രണ്ടും യേശു സഹിച്ചു. മുഖത്തൊക്കെ തുപ്പലേൽക്കുന്നതിനെ കുറിച്ച് നമുക്ക് ഭാവന കാണാൻ പോലും പറ്റില്ല. സ്തോത്രം. ക്രിസ്തു ക്രൂശിൽ നമുക്ക് വേണ്ടി നഗ്നത സഹിച്ചു. പൗലോസ് അതുകൊണ്ട് വെല്ലുവിളിച്ചു ചോദിച്ചു, എന്തേ നഗ്നതയ്ക്ക് നമ്മളെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും വേർപിരിക്കുവാൻ കഴിയുമോ? ഉറച്ചു പറഞ്ഞു, ഇല്ല, കഴിയില്ല. അപ്പോൾ മഹത്വവും ബഹുമാനവും, ആ ഏറ്റവും അധികം നിന്ദിക്കപ്പെട്ട തൃത്വത്തിലെ വ്യക്തി എന്ന നിലയിൽ ഏറ്റവും അധികം ആദരിക്കപ്പെടേണ്ടതും ക്രിസ്തു തന്നെയാണ്. സ്തോത്രം. അതിന് ദൈവം പിതാവ് വഴിയൊരുക്കിയിട്ടുണ്ട് എന്നുള്ളതും നമുക്കറിയാം. നമ്മൾ ശനിയാഴ്ചയും കണ്ടു. യോഹന്നാൻ 5-ാമത്തെ അധ്യായത്തിൽ നിന്ന് ന്യായവിധിയെല്ലാം പുത്രന് കൊടുക്കുന്നതിനുള്ള ഉദ്ദേശം, കാരണം മനുഷ്യപുത്രനാണെന്നും ഉദ്ദേശം എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കണം എന്നതാണ്. സ്തോത്രം. അപ്പോൾ എല്ലാ മുഴങ്കാലും മടങ്ങുന്ന നാമം, എല്ലാ നാവും ഏറ്റുപറയുന്ന നാമം, എല്ലാ അധികാരങ്ങളും ശക്തികളും ആയുധവർഗം വയ്ക്കുന്ന നാമം. സ്തോത്രം. അങ്ങനെ ആ നാമത്തിന് ലഭിക്കുന്ന മഹത്വത്തെയും ബഹുമാനത്തെയും കുറിച്ച് നമ്മൾ കണ്ടു. ആ ഭാഗം അതുകൊണ്ട് വിടുകയാണ്. ഇതുവരെ ഉള്ളതിൽ എന്തെങ്കിലും സംശയങ്ങളോ വിശദീകരണം ആവശ്യമുള്ള ഭാഗങ്ങളോ ഉണ്ടെങ്കിൽ ചോദിച്ചാട്ടെ. ഒന്നും ഇല്ല എന്ന് കരുതുന്നു. ശനിയാഴ്ചയും ഉണ്ടായ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലും
അവശേഷിച്ചിരുന്നോ എന്ന് സംശയമുണ്ട്. ഉണ്ടെങ്കിൽ ചോദിച്ചാലും ചാറ്റ് ബോക്സിൽ ഇട്ടാലും മതി. പാസ്റ്ററെ, എൻ്റെ ഒരു ചോദ്യം വല്ല ദുരുപദേശമായി പോകുമെന്ന് എനിക്കൊരു പേടിയുണ്ട്. ഈ പറഞ്ഞാട്ടെ. പിതാവിനും പരിശുദ്ധാത്മാവിനും ഇല്ലാത്ത ഒരു തേജസ് പുത്രനുണ്ടാവുമല്ലോ, മനുഷ്യത്വത്തിന്റെ തേജസ്. അന്നേരം അവര് തമ്മില് പണ്ടാ പറഞ്ഞ പോലെ സുപ്പീരിയറിറ്റി കോംപ്ലക്സോ അങ്ങനെ മാനുഷിക രീതിയിലാ അവർക്ക് രണ്ടുപേർക്കും ഇല്ലാത്ത ഒരു ഗ്ലോറിയുടെ പുത്രനുണ്ടല്ലോ. അതെ, അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ തന്നെ എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു. ജോയിക്കുട്ടി ഞാൻ ചോദിച്ചല്ലോ സാർ. താങ്ക് യു. ഡോക്ടർ സാജു അത് നേരത്തെ ചോദിച്ചതായിരുന്നു, 2 പ്രാവശ്യം അല്ല, ചോദിച്ചായിരുന്നു. അത് ഞാൻ 2 ഗ്ലോറി ഉണ്ടായിരിക്കില്ല, പക്ഷെ ഈ ഒരു ഡിസ്പാരിറ്റി വരത്തില്ലയോ? Very harmonious relationship and unity within the Holy Trinity. പരിശുദ്ധ തൃത്വത്തിന് അസൂയാവഹമായ ഐക്യതയും സ്നേഹവും രമ്യതയുമാണുള്ളത്. അതുകൊണ്ട് മാനുഷികമായ നിലയിൽ അങ്ങനെ ചിന്തിക്കുക പോലും നമുക്ക് സാധ്യമല്ല. യേശുക്രിസ്തു ഭൂമിയിലായിരുന്ന സമയത്തെല്ലാം പിതാവ് പുത്രനെ മഹത്വപ്പെടുത്തി. നമ്മൾ ശനിയാഴ്ചയും വായിക്കുകയുണ്ടായി യോഹന്നാൻ 12-ാമത്തെ അധ്യായത്തിൽ നിന്ന്. സ്വർഗത്തിൽ നിന്നും ഉണ്ടായ ഒരു ശബ്ദം, ആകാശവാണി, ഞാൻ നിന്നെ മഹത്വപ്പെടുത്തി, ഇനിയും മഹത്വപ്പെടുത്തും. പിതാവും പരിശുദ്ധാത്മാവും കൂടെ പുത്രനെയാണ് മഹത്വപ്പെടുത്തിയത് ഭൂമിയിലായിരുന്ന സമയത്തൊക്കെ. പുത്രൻ ആരെ മഹത്വപ്പെടുത്തി? പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും. പുത്രൻ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞു, പുത്രനെ കുറിച്ച് പറയുന്ന ഏതു ദൂഷണവും ഏതു പാപവും ക്ഷമിക്കും. എന്നാൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്ന അല്ലെങ്കിൽ ദൂഷണം അല്ലെങ്കിൽ പാപം ക്ഷമിക്കില്ല. അപ്പോൾ പുത്രനേക്കാൾ അധികം മഹത്വം പരിശുദ്ധാത്മാവിന് പുത്രൻ നൽകി. ഇന്ന് പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു? പുത്രനെ മഹത്വപ്പെടുത്തുന്നു. കഴിഞ്ഞ ദിവസവും നമ്മൾ പഠിച്ചതുപോലെ ജഡം സ്വീകരിച്ചത് പുത്രൻ മാത്രമാണ്. പിതാവോ പരിശുദ്ധാത്മാവോ ജഡധാരണം ചെയ്തിട്ടില്ല. യേശുക്രിസ്തു പരിശുദ്ധ തൃത്വത്തിന് നമ്മുടെ വീണ്ടെടുപ്പിലുള്ള പങ്കാളിത്വത്തെക്കുറിച്ച് നമ്മൾ 3-4 വർഷങ്ങളായിട്ട് പഠിച്ചു വരുന്ന ഒരു പ്രയോഗമുണ്ട്. ഈ കഴിഞ്ഞിടയ്ക്ക് നമ്മളത് പറഞ്ഞിരുന്നു. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 3 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നിന്നും പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ നിന്നും നമ്മളത് കണ്ടിട്ടുണ്ട്. ദ ഹോളി ട്രിനിറ്റി ആൻഡ് അവർ റിഡംഷൻ, നമ്മുടെ വീണ്ടെടുപ്പും പരിശുദ്ധ തൃത്വവും എന്നുള്ളതാണ് നമ്മൾ അവിടെ കണ്ടിട്ടുള്ളത്. അതിൽ നാം മനസ്സിലാക്കിയത് ഓർക്കുമായിരിക്കുമല്ലോ, 3 P. പിതാവായ ദൈവം പർപ്പസ്ഡ്. പുത്രനായ ക്രിസ്തു അതിനെ പർച്ചേസ് ചെയ്തു. പരിശുദ്ധാത്മാവ് അതിനെ സൂക്ഷിക്കുന്നു. ആ വീണ്ടെടുപ്പിന്റെ പ്രവൃത്തിയിലെ പർച്ചേസിങ്, വിലയ്ക്ക് വാങ്ങുന്ന, നമ്മുടെ വീണ്ടെടുപ്പിന്റെ മറുവില നൽകുന്ന ആ കർത്തവ്യം അല്ലെങ്കിൽ ആ ശുശ്രൂഷ അല്ലെങ്കിൽ ആ ഭാഗം ത്രിയേക ദൈവം പുത്രനെയാണ് ഏൽപ്പിച്ചത്.
ആ വീണ്ടെടുപ്പിന്റെ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമാണ് ഈ പറയപ്പെട്ട പ്രത്യേകാൽ അധികാരങ്ങളും മഹത്വവും ബഹുമാനവും. അതിൽ പരിശുദ്ധാത്മാവിനാകട്ടെ പിതാവിനാകട്ടെ പുത്രനോട് യാതൊരുവിധ പ്രയാസങ്ങളുമില്ല. ഇതെല്ലാം ഈ വീണ്ടെടുപ്പിന്റെ ഈ മുഴുവൻ പദ്ധതികളും ത്രിയേക ദൈവമാണ് ഉണ്ടാക്കിയത്, പദ്ധതിയിട്ടത്. നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ പോലെ ഒരുമിച്ചിരുന്ന് കമ്മിറ്റിയിൽ ഒരുമിച്ചിരുന്ന് തീരുമാനിച്ചിട്ട് നേരെ പുറത്തിറങ്ങി പാരവെക്കുന്ന പരിപാടി ദൈവത്തിനില്ല. അതുകൊണ്ട് നമുക്ക് ആ നിലയിൽ ചിന്തിക്കാനേ സാധ്യമല്ല, ചിന്തിക്കാനേ പാടില്ല. ഇത് ഈ വീണ്ടെടുപ്പുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്കറിയാമല്ലോ, സൃഷ്ടിപ്പിൽ തൃത്വത്തിന്റെ പങ്കാളിത്തം. അങ്ങനെ ഓരോന്നിലും തൃത്വത്തിന്റെ പങ്ക് നമ്മൾ ചിന്തിച്ചു വരുമ്പോഴാണ് വീണ്ടെടുപ്പിൽ തൃത്വത്തിന്റെ പങ്കിനെ പറ്റി മനസ്സിലാക്കുന്നത്. ആ ഓരോ ഉത്തരവാദിത്വവും ഓരോ ശുശ്രൂഷയും ഓരോ പങ്കിനും അനുസരിച്ചുള്ള ഉത്തരവാദിത്വങ്ങളും അഥവാ കടമകളും അതുപോലെ തന്നെ അവകാശങ്ങളുമുണ്ട്. ആ കൂട്ടത്തിൽ വീണ്ടെടുപ്പുകാരനുള്ള അവകാശത്തിൽപ്പെട്ട കാര്യമാണിത്. അല്ലാതെ എക്സ്ട്രാ കൂടുതലായിട്ടൊന്നുമില്ല. അല്ല, എന്റെ ഒരു മാനുഷിക നിലയിൽ ചോദിച്ചതാന്നേ. തീർച്ചയായിട്ടും. അതുകൊണ്ട് ഈ പറയപ്പെട്ട തേജസ്സും മഹത്വവും ബഹുമാനവും എല്ലാം വീണ്ടെടുപ്പുകാരന് ഉള്ള അവകാശത്തിൽപ്പെട്ടതാണ്. ഇനിയല്ല, പുത്രനല്ല, പിതാവായിരുന്നു വീണ്ടെടുപ്പുകാരനായിട്ട് ഭൂമിയിൽ ശരീരമെടുത്ത് വന്നിരുന്നതെങ്കിൽ ഇതെല്ലാം അവിടുത്തേക്കായിരുന്നേനെ. അല്ല, പരിശുദ്ധാത്മാവായിരുന്നെങ്കിൽ ഇവയെല്ലാം അവിടുത്തേക്കായിരുന്നേനെ. അത്രേ ഉള്ളൂ. പാസ്റ്റർ, താങ്ക് യു. ഇത്രയും കൂടെ പറഞ്ഞപ്പോഴേ ഒരു ക്രിട്ടിക്കൽ അനാലിസിസ് പോലെ പോകുമല്ലോ, അതുകൊണ്ട് തീർച്ചയായിട്ടും. താങ്ക് യു പാസ്റ്റർ. നമ്മൾ അതിന് അവസരം കണ്ടെത്തുന്നുണ്ടല്ലോ. എത്ര ഫൂളിഷായ ചോദ്യമാണ് എന്ന് തോന്നിയാലും അല്ലെങ്കിൽ വളരെ വിമർശനാത്മകമാണെന്ന് തോന്നിയാലും നമുക്കത് പങ്കുവയ്ക്കാം. മറ്റെന്തെങ്കിലും? ഒന്നുമില്ലെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. നമ്മളത് കഴിഞ്ഞ 2 ദിവസങ്ങൾ കൊണ്ട് ചിന്തിക്കാം എന്ന് വയ്ക്കുന്ന 9-ാമത്തെ വാക്യത്തിലെ അടുത്ത 2 ഭാഗങ്ങൾ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളത്. അതിൽ ക്രിസ്തുവിനെ പറ്റിയുള്ള 2 കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഒന്ന്, യേശു ക്രിസ്തുവിൻ്റെ താഴ്ച. 2, യേശു ക്രിസ്തുവിൻ്റെ ഉയർച്ച. ആ താഴ്ചയും ഉയർച്ചയും ഫിലിപ്പ് ലേഖനം 2-ാമത്തെ അധ്യായത്തിലും 6 മുതൽക്കുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അവിടേക്ക് പക്ഷെ നമ്മളിപ്പോൾ എക്സ്ക്ലൂസീവായിട്ട് പോകുന്നില്ല, അങ്ങനെ അങ്ങോട്ട് പോകുന്നില്ല. 7 വിധ താഴ്ചകളും 7 വിധ ഉയർച്ചകളും എന്നൊക്കെ നിങ്ങൾ പ്രസംഗങ്ങളിൽ കേട്ടിട്ടുണ്ടായിരിക്കും. പലയിടങ്ങളിലും പല ദൈവദാസന്മാരും പ്രസംഗിക്കാറുള്ള കാര്യമാണത്. യേശു ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി അവസാനത്തോളം തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു.
സ്തോത്രം. അപ്പോൾ തൻ്റെ ദൈവത്തോടുള്ള സമത്വത്തെ യേശു വിട്ടു. ഈ വിട്ടെന്നൊക്കെ പറയുന്നത് എന്നേക്കുമായിട്ടല്ല കേട്ടോ. യേശു വീണ്ടെടുപ്പുകാരനായി ജഡത്തിൽ വന്ന സമയത്തേക്ക് മാത്രമാ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതിരുന്നത്. അല്ലാതെ അജ്ഞത കൊണ്ടാണ്, അല്ലെങ്കിൽ ആവേശം കൊണ്ട് ചിലർ പറഞ്ഞു പോകുന്നതാ യേശു ദൈവത്വം ഉപേക്ഷിച്ചു എന്ന്. ഇല്ല, കർത്താവ് പിതാവിനോടുള്ള സമത്വത്തെ മുറുകെ പിടിച്ചുകൊള്ളാതെ ഇരുന്നത്, അല്ലെങ്കിൽ സമത്വത്തെ വിട്ടത് എന്നേക്കുമായിട്ടല്ല. ഹി ഡിഡ് നോട്ട് ഗിവ് അപ്പ് ദ ഇക്വാലിറ്റി വിത്ത് ഗാഡ് ഫോർ എവർ, ബട്ട് only for those years he was in the flesh. അതുകൊണ്ടാണ് 17:4-5 യോഹന്നാനിൽ നമ്മൾ കണ്ടത്, പിതാവിനോട് പ്രാർത്ഥിക്കുന്നു, ഞാൻ ആ വിട്ടിട്ട് പോയ മഹത്വത്തിലേക്ക് എന്നെ തിരികെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ പിതാവിനോടുള്ള സമത്വം മുറുകെ പിടിച്ചില്ല. സ്തോത്രം. ആ താഴ്മയുടെ പടികളാണ് നാം അവിടെ കാണുന്നത്. അതിന് പകരമായി യേശുവിനെ മഹത്വപ്പെടുത്തുന്ന ഉയർച്ചയെക്കുറിച്ചും നമ്മൾ കണ്ടു. ന്യായവിധിക്കുള്ള അധികാരം, ആരാധന സ്വീകരിപ്പാനുള്ള അധികാരം തുടങ്ങി തേജസ്സും അല്ലെങ്കിൽ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം യേശുവിനെ കാണുന്ന യേശുവിൻ്റെ താഴ്ചയും യേശുവിൻ്റെ ഉയർച്ചയും. ബാക്കി 2 കാര്യങ്ങൾ അവിടെ ഉള്ളത്. ഒന്ന്, നമുക്കെല്ലാവർക്കും വേണ്ടി യേശു മരണം അനുഭവിച്ചു, മരണം ആസ്വദിച്ചു. മറ്റൊരു കാര്യവും കൂടെ അവിടെ എടുത്തു പറയാൻ ഉണ്ട്. 9-ാം വാക്യം ഒന്നും കൂടെ വായിച്ചാട്ടെ. എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. സ്തോത്രം. അവിടെ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യമാണ്, എല്ലാവർക്കും വേണ്ടി യേശു മരണം അനുഭവിച്ചു, മരണം ആസ്വദിച്ചു. ആർക്കൊക്കെ വേണ്ടിയാ? എല്ലാവർക്കും വേണ്ടി. That means no one is excluded from the effect of the cross. All are included. വേദപുസ്തകം ആവർത്തിച്ചു പറയുന്ന പ്രയോഗമാണ് ഈ എല്ലാവരും. എല്ലാവരും. ആദാമിൽ എല്ലാവരും മരിക്കുന്നു, അതുപോലെ ക്രിസ്തുവേശുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടുന്നു. പക്ഷേ വ്യക്തിപരമായി നാം അത് സ്വീകരിക്കേണ്ടതുണ്ട്. വ്യക്തിപരമായി നാം അത് സ്വീകരിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം പരേതനായ ഡോക്ടർ റെയ്നാർഡ് ബോങ്കയുടെ ഒരു ചെറിയ ക്ലിപ്പ് എനിക്കാരോ അയച്ചു തന്നതാണോ, ഞാൻ എവിടെയോ കണ്ടതാണോ. അദ്ദേഹത്തെ ആഫ്രിക്കയിൽ ഒരാള് ഒരു TV ഷോയ്ക്ക് വിളിച്ചു, ടെലിവിഷനിൽ. അദ്ദേഹം പോയി. അദ്ദേഹം പറഞ്ഞു, സാധാരണ TV ഷോയ്ക്കൊക്കെ പോവുകയാണെങ്കിൽ ചോദ്യങ്ങളൊക്കെ നേരത്തെ തരും, പ്രിപ്പയർ ചെയ്ത് അതിൻ്റെ ഉത്തരം ചിലയിടത്തൊക്കെ ആണെങ്കിൽ
റെക്കോർഡ് ചെയ്താണ് പോകുന്നത്. റെക്കോർഡിങ് ചെയ്ത് എഡിറ്റ് ചെയ്തൊക്കെയാ പോകുന്നത്, നമുക്കതറിയാം. എല്ലാവരും ലൈവായിട്ട് ടി വിയിൽ ഇരിക്കുന്ന പോലെ കാണുമെങ്കിലും ആ സമയത്ത് ഈ ലൈവ് ചെയ്യുന്നവരും ടി വിയുടെ മുമ്പിൽ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. കാരണം റെക്കോർഡഡാ. എന്നാൽ ഇതങ്ങനെയായിരുന്നില്ല, ആക്ച്വൽ ലൈവ് ആയിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുമെന്നോ ഇതൊന്നും നേരത്തെ പറഞ്ഞിരുന്നില്ല. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് നിരീശ്വരവാദിയായ ചിലരും കൂടെ ഉണ്ട് അവിടെ. ഇപ്പോൾ ബോങ്കയുടെ പ്രസംഗങ്ങളൊക്കെ കാണുകയും മറ്റും ചെയ്യുന്ന ഒരു നിരീശ്വരവാദി. ഇപ്പം ബോങ്കെ മിക്കപ്പോഴും യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയെപ്പറ്റി പറയാറുണ്ടത്രേ. അതുകൊണ്ട് നിരീശ്വരവാദിയുടെ ആദ്യത്തെ ചോദ്യം, യേശുവിൻ്റെ രക്തത്തിൽ ശക്തി ഉണ്ടോ? ഉണ്ടെന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. അപ്പം ബോങ്കെ പറഞ്ഞു, അതെ, ഞാൻ അങ്ങനെയാണ് പറയുന്നത്, ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെ പറയുന്നു. നിരീശ്വരവാദി എത്തീസ്റ്റ് പറഞ്ഞു, ഇല്ല, യേശുവിൻ്റെ രക്തത്തിന് ശക്തിയില്ല. ഇനി യേശുവിൻ്റെ രക്തം ഉണ്ടെന്ന് വെച്ചാൽ തന്നെ അതിന് ശക്തിയൊന്നുമില്ല. എന്നിട്ട് യുക്തിവാദിയല്ലേ, റാഷണലിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ റീസൺ, യുക്തി ഉപയോഗിച്ച് പറഞ്ഞു, ഇഫ് the blood of Jesus had power in it, as you say, there would be no more sinner in the world. And therefore, by reason, it is stated that the blood of Jesus has no value or power at all. Power at all. അങ്ങനെ പറഞ്ഞപ്പോൾ ബോങ്കെ വീണ്ടും പറഞ്ഞു, ഇല്ല, യേശുവിൻ്റെ രക്തത്തിന് ശക്തി ഉണ്ട്. ഇല്ല. ഇദ്ദേഹം തൻ്റെ യുക്തി ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും ബോങ്കയെ ഖണ്ഡിച്ചപ്പോൾ ബോങ്കെ പറഞ്ഞു, ശരി, നിങ്ങൾ പറഞ്ഞ യുക്തി തന്നെ ഞാനും ഉപയോഗിക്കാം. ബോങ്കെ ചോദിച്ചു, ഈ ലോകത്തിൽ സോപ്പുണ്ടോ? സോപ്പ്, സാബുൻ, സോപ്പുണ്ടോ? അദ്ദേഹം പറഞ്ഞുകൊണ്ട്. ബോങ്കെ പറഞ്ഞു, ഇല്ല, സോപ്പില്ല, ഈ ലോകത്തിൽ സോപ്പില്ല. നിരീശ്വരവാദി പറഞ്ഞു, അതെങ്ങനെ പറയുന്നത്? സോപ്പുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട് സോപ്പ്. എന്താ ഇല്ലെന്ന് പറയുന്നേ? ഇപ്പോഴും പലരും അശുദ്ധരാണ്, വിയർപ്പുള്ളവരും നാറുന്നവരും ഒക്കെയാണ്. സോപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഒറ്റ ഒരാൾ പോലും ഇതുപോലെ വിയർത്തും നാറിയും ഒന്നുമുള്ള ഇതിലിരിക്കത്തില്ലായിരുന്നു. ഇപ്പം ബോങ്കെ പറഞ്ഞില്ല, സോപ്പ് നിരീശ്വരവാദി പറഞ്ഞ് ഇഷ്ടം പോലെ സോപ്പുണ്ട്, പക്ഷേ ആരെങ്കിലും വാങ്ങിച്ച് കുളിക്കണ്ടേ? വാങ്ങിച്ച് കുളിക്കുന്നവർക്ക് സോപ്പിൻ്റെ പ്രയോജനമുണ്ട്, അല്ലാത്തവർക്കില്ല. അപ്പം ബോങ്കെ ചാടിക്കേറി പറഞ്ഞു, അതുപോലെ തന്നെയാണ് യേശുവിൻ്റെ രക്തവും. യേശുവിൻ്റെ രക്തം ഉണ്ട്, പക്ഷേ അതാർക്കു മാത്രമേ അനുഭവവേദ്യമാകൂ? നിങ്ങൾ ഈ പറഞ്ഞതുപോലെ വിശ്വാസത്തോടെ ചെന്ന് ആ രക്തത്തെ സ്വായത്തമാക്കുന്ന, സ്വന്തമാക്കുന്ന അവർക്ക് മാത്രം. ഇല്ലെങ്കിൽ സോപ്പ് വാങ്ങാതെ കുളിക്കാതെ ഇരിക്കുന്ന ഒരാളിനെ പോലെ പറഞ്ഞു പോകാനേ പറ്റുള്ളൂ. ഏതായാലും ഏറ്റവും ഒടുവിൽ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇദ്ദേഹം പാർക്കിംഗ് ഏരിയയിൽ വണ്ടിയുടെ അടുക്കിലേക്ക് നടന്നു പോകുമ്പോൾ പുറകിൽ കൂടെ ആരാണ്ട് എന്ന് പുറത്തൊന്ന് തട്ടി. നോക്കിയപ്പോൾ ഈ നിരീശ്വരവാദിയാണെന്ന് പറഞ്ഞു. ചോദിച്ചു, എന്തു പറ്റി? ബോങ്കെ, പ്ലീസ് പ്രേ ഫോർ മീ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു വന്നതിൻ്റെ സാരം, യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു. ആർക്കു വേണ്ടി? എല്ലാവർക്കും വേണ്ടി. പക്ഷേ യേശുക്രിസ്തുവിലൂടെ എല്ലാവരും ജീവിപ്പിക്കപ്പെടുന്ന സത്യം അന്വർത്ഥമാകണമെങ്കിൽ ഈ സോപ്പിന്റെ കാര്യം പറഞ്ഞതുപോലെ ഓരോരുത്തരും യേശുവിൽ വിശ്വസിച്ച് അവിടുത്തെ സന്നിധിയിലേക്ക് ചെല്ലണം എന്ന് മാത്രം. അപ്പോൾ
ആദമിൽ എല്ലാവരും മരിക്കുന്നു, ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടുന്നു. അപ്പോൾ യേശു ക്രിസ്തു മരിച്ചത് ചില തിയോളജിയൻസ്, വേദശാസ്ത്രികൾ പറയുന്നത് പോലെയും ചില ആശയഗതിക്കാർ പഠിപ്പിക്കുന്നത് പോലെയും, നോട്ട് ഫോർ എ സെലക്റ്റഡ് പീപ്പിൾ. യേശുവിൻ്റെ മരണം കുറച്ചു പേർക്ക് വേണ്ടി മാത്രമല്ല. ലിമിറ്റഡ് അറ്റോൺമെന്റ്, നോ. ക്രൈസ്റ്റ് ഡെത്ത് ഈസ് നോട്ട് a limited atonement for a limited people. Jesus' crucifixion, his atonement on the cross was for all. യേശു ക്രിസ്തുവിൻ്റെ പ്രായശ്ചിത്ത മരണം ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രമല്ല, ആദാമ്യവർഗത്തിന് വേണ്ടി മൊത്തമാണ്. അതാണ് ഈ വാക്യം പറയുന്നത്. യേശു ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ച വന്നവനായ യേശു എന്ത് ചെയ്തു? നമുക്ക് എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിച്ചു, അനുഭവിച്ചു. എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിച്ചു. എല്ലാവർക്കും വേണ്ടി. അതിലൊരാളെ പോലും വിട്ടിട്ടില്ല. യൂദ ഇസ്കറിയോത്താവ് ഉൾപ്പെടെ ഉള്ളവരെ ഈ എല്ലാവരും എന്നതിനകത്ത് നിന്നും പുറന്തള്ളിയിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് അവരൊക്കെ ശപിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ ഈ സോപ്പിന്റെ കാര്യം പറഞ്ഞതുപോലെയുള്ളൂ. വ്യക്തിപരമായി അവർ അത് നിരസിക്കുന്നു, ഉൾക്കൊള്ളുന്നില്ല, സ്വീകരിക്കുന്നില്ല. എല്ലാവർക്കും വേണ്ടി. നമ്മൾ എബ്രായ ലേഖനത്തിൽ നിന്ന് തന്നെ പഠിച്ചിട്ടുള്ള യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ട 3 പദങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. ഒരിക്കലായിട്ട് എല്ലാവർക്കും വേണ്ടി എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ്. ആമേൻ, സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൻ്റെ പ്രത്യേകതയാണിത്. ഈ 3 പദങ്ങൾ ഒരിക്കലും മറക്കരുത്. യേശു മരിച്ചത് എല്ലാവർക്കും വേണ്ടിയാണ്. 2, യേശു മരിച്ചത് ഒരിക്കലായിട്ട് മാത്രമാണ്. 3, അതിനാൽ യേശു സ്വായത്തമാക്കിയത്, നേടിയെടുത്തത് എന്നേക്കുമുള്ള വീണ്ടെടുപ്പാണ്. സ്തോത്രം. എന്നേക്കുമുള്ള വീണ്ടെടുപ്പ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെയും വായിച്ചിട്ടുള്ള 2 കൊരിന്ത്യർ 5:14-15 കൂടെ വായിച്ചാട്ടെ. 2 Corinthians 5:14-15. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും, ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. സ്തോത്രം. പൗലോസ് അവിടെയും ആവർത്തിച്ചു പറയുന്നു, യേശു മരിച്ചത് എല്ലാവർക്കും വേണ്ടി. വേദപുസ്തകത്തിലെ ഗോൾഡൻ വേഴ്സ്, സുവർണവാക്യമായ യോഹന്നാൻ 3:16 അതേ ആശയമാണിവിടെ. ദൈവം ലോകത്തെ സ്നേഹിച്ചു, ഏതെങ്കിലും ഒരു പ്രത്യേക സംഘത്തെ അല്ല, ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെ അല്ല, പുരുഷന്മാരെ മാത്രം അല്ല, സ്ത്രീകളെ മാത്രം അല്ല, നപുംസകരായവരെ മാത്രം, എല്ലാവരും ഉൾപ്പെടുന്നു. വെളുത്തവരെ മാത്രം അല്ല, കറുത്തവരെ മാത്രം അല്ല, എല്ലാവരും ഉൾപ്പെടുന്നു. പണ്ഡിത പാമര വ്യത്യാസമില്ലാതെ, കുബേര കുചേല വ്യത്യാസമില്ലാതെ ദൈവം എല്ലാവരെയും സ്നേഹിച്ചു. എല്ലാവർക്കും വേണ്ടി ക്രിസ്തു തൻ്റെ ജീവനെ കൊടുത്തു.
വളരെ ശക്തമായി തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്ന സത്യമാണിത്. സ്തോത്രം. Without any discrimination, whether of gender, education, status, color, caste, class, God loves and loved the world, and also consequently Jesus died for all. All inclusive, all inclusive. ഒരു വ്യത്യാസമില്ലാതെ എല്ലാവരും ഈ ക്രൂശ് മരണത്തിന്റെ ഗുണഭോക്താക്കളാകാം. സ്തോത്രം. All can be benefited from this atoning death of Christ on the cross. All can be. അത് വളരെ ഊന്നി പറയുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ 3 പദങ്ങൾ മറക്കരുത്. ഒരിക്കലായി എല്ലാവർക്കും വേണ്ടി എന്നേക്കുമുള്ള വീണ്ടെടുപ്പിനെ യേശു സാധിപ്പിച്ചിരിക്കുന്നു. Never be deceived. Christ's atonement was not limited to any particular group of people. Never. സ്തോത്രം. ആ എല്ലാവരും ഉള്ളത് കൊണ്ടാണ് ഞാനും അതിനകത്തിൽപ്പെട്ടത്. ഇല്ലായിരുന്നെങ്കിൽ സ്പെഷ്യലായി അതിനകത്ത് കടന്നുകൂടാൻ യാതൊരു യോഗ്യതയും ഇല്ലാത്ത ഒരുത്തനാണ് ഞാൻ. സ്തോത്രം. നിങ്ങളുടേത് എങ്ങനെയെന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തുക. എൻ്റേത് ഇങ്ങനെയായിരുന്നു. സ്തോത്രം. പ്രൈസ് ഗോഡ്. എന്തെങ്കിലും വിശദീകരണം ഇതുവരെയുള്ളതിൽ വേണോ? അതുകൊണ്ടാണല്ലോ പറയുന്നത് യേശു സകല മാനവരാശിക്കും വേണ്ടി കാൽവരിയിൽ തകർക്കപ്പെട്ടു എന്ന് ചിലർ പ്രാർത്ഥിക്കണം കേട്ടിട്ടുണ്ട്. അത് നമ്മൾ പ്രാർത്ഥിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം അത് തന്നെയാണ്. എന്നാൽ അതിന് നമ്മളിപ്പോൾ നോക്കിയത് വേദപുസ്തകത്തിലെ പദങ്ങളും റെഫറൻസുകളുമാണ്. അതെ, സകല മാനവരാശിക്കും വേണ്ടിയാണ് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത്. ആരും അതിൽ നിന്നും പുറന്തള്ളപ്പെട്ടിട്ടില്ല. ഇറ്റ്സ് നോട്ട് ലിമിറ്റഡ് അറ്റോൺമെന്റ്. ഏതെങ്കിലും കുറച്ചാൾക്കാർക്ക് വേണ്ടി മാത്രം ഉള്ള ഒരു പ്രായശ്ചിത്ത മരണമായിരുന്നില്ല യേശുവിൻ്റേത്, എല്ലാവർക്കും വേണ്ടിയായിരുന്നു. അതുകൊണ്ട് യൂണിവേഴ്സാലിസം, എല്ലാവരും അങ്ങ് രക്ഷിക്കപ്പെടും എന്ന സാർവത്രികവാദവും വേദപുസ്തക വിരുദ്ധമാണ്. ഇത് രണ്ടും തെറ്റായിട്ടുള്ള ഉപദേശങ്ങളാണ്. നമ്മൾ നേരത്തെയും ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങളാണത്. എങ്കിലും ഒന്നും കൂടെ പറയുന്നു എന്ന് മാത്രം. ഒന്ന്, യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം കുറച്ചു പേർക്ക് വേണ്ടി മാത്രം, ലിമിറ്റഡ് അറ്റോൺമെന്റ് എന്നുള്ള വാദവും തെറ്റ്. യൂണിവേഴ്സാലിസം അഥവാ എല്ലാവരും രക്ഷിക്കപ്പെടും, യേശു എല്ലാവർക്കും വേണ്ടി മരിച്ചതുകൊണ്ട് ആരും നരകത്തിൽ പോകത്തില്ല, എല്ലാവരും രക്ഷിക്കപ്പെടും എന്ന സാർവത്രികവാദവും തെറ്റ്. ഇത് രണ്ടും വേദപുസ്തക വിരുദ്ധമാണ്. പക്ഷെ ഒരു സംശയം ചോദിച്ചോട്ടെ. അപ്പോസ്തലപ്രവൃത്തി 13:48 നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എല്ലാവരും വിശ്വസിച്ചു. നിത്യജീവനായി നിയമിക്കപ്പെട്ടവരെല്ലാവരും വിശ്വസിച്ചു. അതെ, അതിനകത്ത് പ്രത്യേകം നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ, അതുപോലെ തന്നെയുള്ള അതിനോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ അതിന് സപ്പോർട്ടായിട്ടെടുക്കുന്ന മറ്റൊരു വാക്യമാണ് റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യം. നമുക്ക് മനഃപ്പാഠമായിരിക്കും. അവൻ മുന്നറിഞ്ഞവരെ
അവൻ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. ഇതേ വിഷയം തന്നെയാണ് നമ്മൾ വെളിപ്പാട് പുസ്തകം 13:8 പഠിച്ചത്. ഇതേ വിഷയം, ഇപ്പോൾ പാസ്റ്റങ്ങൾ ചോദിച്ച അതേ വിഷയം. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട ദൈവ കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിരിക്കുന്നവർ. അതുതന്നെ നമ്മൾ 17-ാം അധ്യായം, വെളിപ്പാട് 17-ാം അധ്യായത്തിൻ്റെയും 8-ാം വാക്യമാണെന്നാണ് എൻ്റെ ഓർമ്മ. അതേ പ്രയോഗം കണ്ടു അല്ലെ? 8-ഓ 9-ഓ മറ്റോ ആണെന്ന് എൻ്റെ ഓർമ്മ. 8 ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ പേരെഴുതി. അതെ, ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ പേരുള്ള ഇതുപോലെയുള്ള കുറെ വാക്യങ്ങളാണ് ലിമിറ്റഡ് അറ്റോൺമെന്റ് എന്ന ഒരു ആശയത്തിലേക്ക് ജോൺ കാൽവിൻ ഉൾപ്പെടെ ഉള്ളവരെ കൊണ്ടെത്തിച്ചത്. അപ്പോൾ നിത്യജീവനായിട്ട് ദൈവം ചിലരെ നേരത്തെ തന്നെ നിയമിച്ചു വച്ചിരിക്കുന്നു. അവർക്ക് മാത്രമേ രക്ഷിക്കപ്പെടാൻ കഴിയൂ. അവരെ മാത്രമേ ദൈവം വിളിക്കൂ. ആ പ്രയോഗമാണ്, അല്ലെങ്കിൽ അതിനോട് തത്തുല്യമായതാണ് റോമാലേഖനത്തിൽ നമ്മൾ വായിച്ചത്. മുൻ നിയമിച്ചിരിക്കുന്നു, മുൻ നിയമനം, പ്രീഡെസ്റ്റിനേഷൻ. അതുതന്നെയാണ് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ നിന്നും കണ്ടത്. അപ്പോൾ ഈ ഭാഗങ്ങൾ വെച്ചുകൊണ്ട് കുറച്ചു പേർക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട, നിയമിക്കപ്പെട്ട, നിത്യജീവനായി നിയമിക്കപ്പെട്ട, പ്രീഡിസ്റ്റൈൻഡ് ആയിട്ടുള്ള അവർക്ക് വേണ്ടി മാത്രമാണ് യേശു മരിച്ചത്. മറ്റുള്ളവർക്ക് വേണ്ടി യേശു മരിച്ചിട്ടില്ല. അവരെ രക്ഷിക്കാനായിട്ട് ദൈവത്തിന് പദ്ധതിയൊന്നും ഇല്ല. ആ നിലകളിൽ ഉള്ള ഒരു ഉപദേശം വളരെ ശക്തമായിട്ട് ക്രൈസ്തവ മണ്ഡലത്തിലുണ്ട്. നമ്മൾ ആ വിഷയങ്ങൾ അന്ന് പഠിച്ചപ്പോൾ പറഞ്ഞതുപോലെ നേരത്തെ അത് ബ്രദറൻ ബാപ്റ്റിസ്റ്റ് ചിന്താഗതികൾ മാത്രമായിരുന്നെങ്കിൽ ഇന്ന് ഈ ചിന്താഗതി പെന്തക്കോസ്തിനകത്തും വളരെ ശക്തമായിട്ടുണ്ട്. അറിയപ്പെടുന്ന പല പെന്തക്കോസ്ത് അല്ലെങ്കിൽ പ്രസംഗകരും ഈ ആശയഗതിക്കാരാണ്, മലയാളികൾ ഉൾപ്പെടെയുള്ളവർ. അതിന് നമ്മൾ റോമർ 8:29 വായിച്ചു. നമ്മൾ പറഞ്ഞു വിടുകയായിരുന്നു, വായിച്ചു എന്ന് പറഞ്ഞാലും, അവൻ മുന്നറിഞ്ഞവരെ. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം 29 അത് അവൻ മുന്നറിഞ്ഞവരെ എന്ന, മുന്നറിഞ്ഞവരെ. അപ്പോൾ ദൈവത്തിൻ്റെ ഈ നിയമനം, നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ, ദൈവപുത്രനായ യേശുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിക്കപ്പെട്ടവർ, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവർ, ഇവരെല്ലാവരെയും ദൈവം എന്ത് ചെയ്തിരിക്കുന്നു എന്നാണ്? മുന്നറിഞ്ഞിരിക്കുന്നു എന്ന, മുന്നറിഞ്ഞിരിക്കുന്നു. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ ആശയഗതിക്കാർ അല്ലെങ്കിൽ വാദഗതിക്കാർ ഈ മുന്നറിവ് എന്നുള്ളതിനെ അറിവായിട്ടല്ല കണക്കാക്കുന്നത്. അവർ അതിനെ വ്യാഖ്യാനിക്കുന്നത് സ്നേഹം എന്ന നിലയിലാണ്. മുന്നറിഞ്ഞവരെ എന്നത് സാധാരണഗതിയിൽ ദൈവത്തിൻ്റെ പ്രീ നോളജ്, മുന്നറിവ്, ഫോർ നോളജ് എന്ന് അറിവെന്ന നിലയിൽ തന്നെ എടുക്കുമ്പോൾ ഈ പറയപ്പെട്ട ആശയഗതിക്കാര് പറയുന്നത് അത് വെറും ഒരു അറിവല്ല,
പകരം ലോകസ്ഥാപനത്തിനു മുമ്പേ ഇങ്ങനെയുള്ളവരെ ദൈവം സ്നേഹിച്ചു എന്നാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം ഇങ്ങനെ പരിമിതപ്പെട്ടവരിലേക്ക് മാത്രമാണ്. ആ മുന്നറിവ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആദ്യ സ്നേഹമാണെന്നാണ് അവർ വ്യാഖ്യാനിക്കുന്നത്. അങ്ങനത്തെ ഒരു ആശയത്തിൻ്റെ എന്താണ് പറയുന്നത് ഭിന്നത വേദപഠിതാക്കൾക്കിടയിലുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ പൊതു സ്വഭാവവും വേദപുസ്തകത്തിൻ്റെ പൊതു പഠിപ്പീരും വെച്ച് നോക്കിയാൽ ദൈവം ആരും നഷ്ടപ്പെട്ടു പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ആരും നശിച്ചു പോകരുതെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. എല്ലാവരും മാനസാന്തരപ്പെടണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അപ്പോൾ ദൈവത്തിൻ്റെ ആഗ്രഹം തീർച്ചയായും എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും ആരും നശിച്ചു പോകരുത് എന്നുമാണ്. അവരവരുടെ തിരഞ്ഞെടുപ്പിനാലാണ് ഓരോരുത്തരുടെയും ഭാവി നിർണയിക്കപ്പെടുന്നത്. എന്നാൽ ഈ ആശയഗതിയുള്ളവർ അതിനും ഉത്തരം കണ്ടെത്തുന്നത് ദൈവമാണ് എല്ലാത്തിനും കാരണഭൂതൻ. ഇപ്പൊ നമ്മൾ അടുത്ത വാക്യത്തിലേക്ക് വരുന്നുണ്ട്, 10-ാം വാക്യത്തിലേക്ക്. എബ്രായർ 2:10 സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ. അപ്പോൾ നമ്മുടെ രക്ഷയ്ക്കും മറ്റൊരുവന്റെ ശിക്ഷാവിധിക്കും കാരണഭൂതൻ ദൈവം തന്നെയാണ് എന്ന് വരും. അപ്പോൾ പിന്നെ എങ്ങനെയാണ് മനുഷ്യനെ കുറ്റം വിധിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇതേ വാദഗതി അടുത്ത മറുപടി നമുക്ക് തരുന്നു. റോമാലേഖനം 9-ാമത്തെ അധ്യായത്തിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസത്തിന് മുമ്പ് നമ്മൾ അത് കണ്ടതായിരുന്നു. ഒരു പിണ്ഡത്തിൽ നിന്ന്, മണ്ണിൻ്റെ ഭാഗത്തിൽ നിന്ന് ഒരു പാത്രത്തെ മാനപാത്രമായിട്ടും അല്ല ഹീനപാത്രമായിട്ടും ഉണ്ടാക്കുവാൻ കുശവൻ അധികാരമില്ലയോ? അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ സോവറിറ്റി, ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ ദൈവത്തിന് ഇതെല്ലാം ചെയ്യാൻ കഴിയും. നമുക്കാർക്കും ദൈവത്തെ ചോദ്യം ചെയ്യാൻ അധികാരമില്ല എന്ന് പറഞ്ഞ് ആ ഭാഗത്ത് നിന്നും പോവുകയാണ് സാധാരണ ചെയ്യുന്നത്. എന്നാൽ എനിക്ക് വ്യക്തിപരമായി ലഭിച്ച ബോധ്യമനുസരിച്ച് ഈ ആശയത്തിൽ നിന്നൊരല്പം വ്യത്യാസമുണ്ട്. അത് നമ്മൾ നേരത്തെ നമ്മുടെ പഠനങ്ങളിൽ ചിന്തിച്ചിട്ടുമുണ്ട്. ദൈവത്തിൻ്റെ മുന്നറിവ് എന്നത് ദൈവത്തിൻ്റെ മുന്നറിവെന്ന നിലയിൽ തന്നെ കണക്കാക്കാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം. തീർച്ചയായും ദൈവം നമ്മെ സ്നേഹിച്ചു. എപ്പോഴാണ് ദൈവം നമ്മെ സ്നേഹിച്ചത്? അനാദിയിൽ തന്നെയാണ്. അതുകൊണ്ടാണ് അനാദി സ്നേഹം കൊണ്ട്, അല്ലെങ്കിൽ പ്രവാചകന്റെ ഭാഷയിൽ പറഞ്ഞാൽ നിത്യ സ്നേഹം കൊണ്ട് അവൻ നമ്മെ സ്നേഹിച്ചു. ദൈവത്തിന്റെ സ്നേഹം നിത്യമാണ്, നിത്യസ്നേഹം തന്നെയാണ്. അനാദിയിൽ ദൈവം നമ്മെ സ്നേഹിച്ചു. ലോകത്തെ സ്നേഹിച്ചു എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഈ നമ്മളിപ്പോൾ പറഞ്ഞ ദൈവവചന ഭാഗങ്ങളിൽ നിന്നും ദൈവം എല്ലാവരെയും സ്നേഹിക്കുകയും എല്ലാവർക്കും വേണ്ടി തൻ്റെ പുത്രനെ യാഗമാക്കുകയും ചെയ്തു. അതിൽ നിന്ന് ആരെയും ഒഴിച്ചു നിർത്തിയിട്ടില്ല. ആദാമ്യവർഗത്തിന് വേണ്ടി മുഴുവനുമാണ്, മനുഷ്യരാശിക്ക് വേണ്ടി മുഴുവനുമാണ്.
ആ മുൻ അറിവിനനുസരിച്ചുള്ള മുൻ നിയമനമാണ് അവിടെ നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ. ദൈവപുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്നൊക്കെയുള്ള ആശയങ്ങളിൽ നിന്നും വരുന്നത്. അല്ലാതെ രക്ഷിക്കപ്പെടാത്തവർക്ക് വേണ്ടി യേശു മരിച്ചിട്ടേയില്ല, അല്ലെങ്കിൽ യേശുവിൻ്റെ മരണം അവർക്ക് വേണ്ടി ആയിരുന്നില്ല എന്നുള്ളത് വേദപുസ്തകത്തിലെ ഏറ്റവും സുവർണ വാക്യമായ യോഹന്നാൻ 3:16 ഉൾപ്പെടെയുള്ള പല ദൈവവചന ഭാഗങ്ങൾക്കും വിരുദ്ധമായതാണ്. പൗലോസ് എഫേസ്യർ 1:4 ബന്ധപ്പെടുത്തിയാലോ? എഫേസ്യർ 1:4 കാണുന്നത് നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുമ്പേ പ്രിയനായവനിൽ തെരഞ്ഞെടുത്തു. എല്ലാം അതും തന്നെ, തെരഞ്ഞെടുപ്പ് തന്നെയാണ് മുൻ നിയമനം എന്ന് പറയുന്നതും. അതും അതിനോട് ചേർന്ന് നിൽക്കുന്ന വാക്യമാണ്. പക്ഷെ ഇവിടങ്ങളിലൊന്നും നമുക്ക് ചിലർക്ക് വേണ്ടി യേശു മരിച്ചു, ചിലർക്ക് വേണ്ടി മരിച്ചിട്ടില്ല, ചിലരെ മാത്രം യേശു തെരഞ്ഞെടുത്തു, ബാക്കിയുള്ളവരെ നിത്യശിക്ഷാവധിക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു എന്നൊരാശയം ലഭിക്കുന്നില്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. ആ നിയമനം നിത്യജീവനായി നിയമിച്ചു, അല്ലെങ്കിൽ തിരഞ്ഞെടുത്തു, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ മുൻ നിയമിച്ചു, ഇതെല്ലാം ഇവർ മാത്രം രക്ഷിക്കപ്പെട്ട മതി എന്നുള്ള ദൈവത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പ് അല്ല. എന്നാൽ അതിനാധാരമായിരിക്കുന്നത് ദൈവത്തിൻ്റെ മുന്നറിവ് എന്നുള്ളത് തന്നെയാണ്. ആ മുന്നറിവിലാണ് ഈ ആശയക്കുഴപ്പം, അല്ലെങ്കിൽ രണ്ട് വിധമായ ആശയങ്ങൾ കിടക്കുന്നത്. ദൈവം ലോകത്തെ അനാദിയിൽ സ്നേഹിച്ചു എന്നുള്ളതിന് ഒരു തർക്കമില്ല. അതിൻ്റെ അർത്ഥം അവരെ മാത്രമേ ദൈവം സ്നേഹിച്ചുള്ളൂ എന്നല്ല. അതിൽ ദൈവത്തിൻ്റെ മുൻ അറിവിൽ കർത്താവ് ആ അറിവിനനുസരിച്ച് ചിലരെ മുൻ നിയമിച്ചു, ആക്കി വച്ചു എന്നുള്ള ആശയമാണ് തിരുവെഴുത്തുകൾ മുൻപോട്ട് വയ്ക്കുന്നത്. ആ കൂട്ടത്തിലാണ് അതും. അങ്ങനെ തന്നെയാണ് പൗലോസിനോട് തൻ്റെ ശുശ്രൂഷയിൽ പറയുന്നുണ്ട്. കൊരിന്തിലും മറ്റും ആയിരിക്കുമ്പോൾ ഭയങ്കര എതിർപ്പുകൾ ഉണ്ടായപ്പോൾ കർത്താവ് പറയുന്നുണ്ട്, ധൈര്യപ്പെട്ടിരിക്കുക, ഈ പട്ടണത്തിൽ എനിക്ക് കുറേ ആത്മാക്കൾ, അല്ലെങ്കിൽ കുറേ പേരുണ്ട്. ബാക്കിയുള്ളവരെ കർത്താവ് വിളിച്ചില്ലെന്നോ തിരഞ്ഞെടുത്തില്ലെന്നോ ഉള്ളതല്ല. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പരമാധികാരവും മനുഷ്യന്റെ ഉത്തരവാദിത്വം അതിനകത്തിലുണ്ട്. ഇത് രണ്ടും കൂടെ ഉണ്ട്. ഡിവൈൻ സോവറിറ്റി ആൻഡ് ഹ്യൂമൻ റെസ്പോൺസിബിലിറ്റി രണ്ടുമുണ്ട്. അത് പക്ഷേ ദൈവം പാതി താൻ പാതി എന്ന ആശയമല്ല. 100% രണ്ടുപേരുടെയും പങ്കാളിത്തമുണ്ട്. ഞാൻ ചുമ്മാതെ അങ്ങ് നിന്നാൽ മതി, എന്നാൽ പിന്നെ എന്നെ കർത്താവിന് രക്ഷിക്കാം ഇതുണ്ടെങ്കിൽ എന്നെ അങ്ങ് കൊണ്ടുപോകും, എനിക്ക് ഉത്തരവാദിത്വം ഇല്ല എന്നും പറഞ്ഞതിൽ നിന്നും ഒഴിഞ്ഞിരിക്കാൻ പറ്റില്ല. പാടില്ലെന്നുള്ളതല്ല, സാധ്യമല്ല. അതാണ് നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ. അപ്പം നിത്യജീവനായി ചിലരെയും നിത്യശിക്ഷാവിധിക്കായിട്ട് ചിലരെയും ദൈവം നിയമിച്ച് മാറ്റിവെച്ചിട്ടില്ല. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആരും നശിച്ചു പോകരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും മാനസാന്തരത്തിന് അവസരം ലഭിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന്
തിരഞ്ഞെടുപ്പ് മനുഷ്യൻ്റെതാണല്ലോ. ആരൊക്കെ രക്ഷിക്കപ്പെടും എന്നുള്ളത് ദൈവത്തിന് മുന്നറിവ് ഉണ്ട് എന്നുള്ളതേ ഉള്ളല്ലോ. അതെ, ദൈവത്തിന്റെ മുന്നറിവിലാണ്. തെരഞ്ഞെടുപ്പ് മനുഷ്യർക്ക് തന്നെയാണ്, പക്ഷെ ആരൊക്കെ തെരഞ്ഞെടുക്കും എന്നുള്ള മുന്നറിവ് ദൈവത്തിനുണ്ട് എന്നുള്ളതാണല്ലോ, രക്ഷിക്കപ്പെടും എന്നുള്ളത്. അതെ, ദൈവത്തിന്റെ പരമാ അറിവിൽ അധികാരം. ആ കാര്യങ്ങൾ ദൈവം അറിയുന്നു. ഓക്കെ ഓക്കെ. മനുഷ്യന്റെ ഉത്തരവാദിത്വമാണ് കർത്താവിനോട്, ദൈവവചനത്തോട് അനുസരണഭാവത്തിൽ പ്രതികരിക്കുക എന്നുള്ളത്. റെസ്പോണ്ടിങ് ടു ഗാഡ്സ് വേർഡ് ഇൻ ഒബീഡിയൻസ് ഈസ് ഹ്യൂമൻ റെസ്പോൺസിബിലിറ്റി. ഇന്ന് പെന്തക്കോസ്തിനകത്തും ഈ രണ്ട് ആശയങ്ങൾ തമ്മിലുള്ള ഒരു ടഗ് ഓഫ് വാർ, ഒരു വടംവലി നടക്കുന്നുണ്ട്. നേരത്തെ ഈ ആശയങ്ങൾ ബ്രദറൻ ബാപ്റ്റിസ്റ്റ് സഭകളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിത് വളരെയധികം പെന്തക്കോസ്തിനകത്തേക്കും പ്രവേശിച്ചിട്ടുണ്ട്. ചിലർ അത് പരസ്യമായിട്ട് പറയാറുണ്ട്, ചിലർ അത് പരസ്യമായിട്ട് പറയാറില്ല എന്ന് മാത്രം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം റോമൻസ് 9 നിന്ന് യാക്കോബിൻ്റെയും ഏശാവിൻ്റെയും തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഇതേ ആശയത്തോടുള്ള ബന്ധത്തിൽ കണ്ടിരുന്നു. ഏശാവിൻ്റെയോ യാക്കോബിൻ്റെയോ പ്രവൃത്തികൾ നിമിത്തമല്ല ദൈവം തിരഞ്ഞെടുത്തത്, തിരഞ്ഞെടുത്തവന്റെ ഇഷ്ടപ്രകാരമാണ്. പക്ഷെ അതിന് പിൻപിലും എന്തുണ്ടായിരുന്നു? രണ്ടുപേരുടെയും സ്വഭാവത്തെ നമ്മൾ കാണുമ്പോൾ അത് വ്യക്തമാകും. രണ്ടുപേരുടെയും സ്വഭാവത്തെക്കുറിച്ച് ദൈവം നേരത്തെ അറിഞ്ഞിരുന്നു. ലോകരക്ഷിതാവായ മശിഹായെ ലോകത്തിലേക്ക് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പായിരുന്നു ആ തെരഞ്ഞെടുപ്പ്. അതിൽ ഏശാവിനെ പോലെയുള്ള ഒരുത്തനെ ആക്കിയിരുന്നെങ്കിൽ, ചുമന്ന പായസം കണ്ടപ്പോൾ ഇവിടെയൊക്കെ കിട്ടുന്ന മസൂർ ദാൽ എന്ന് ഞങ്ങൾ വിളിക്കുക അതിനെ, മസൂർ കി ദാൽ, ചുമന്ന പരിപ്പ്, അത് കണ്ടിട്ട് നിറത്തിൽ ആകൃഷ്ടനായി, മണത്തിൽ ആകൃഷ്ടനായി, ജ്യേഷ്ഠാവകാശം തന്നെ വിറ്റുകളഞ്ഞ ഒരുത്തനെ ഇത്ര വലിയ ദൗത്യത്തിന് ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഇവൻ ഇടവഴിക്ക് എവിടെങ്കിലും കൊണ്ടിട്ട് പരിപാടി നശിപ്പിച്ചേനെ. അതാകാതെ ഇരിക്കേണ്ടതിന് യാക്കോബിന്റെ സ്വഭാവത്തിനനുസരിച്ച് അവനിൽ വീഴ്ചകൾ വന്നു എങ്കിലും അതിനും അപ്പുറത്തെ ദൈവിക തെരഞ്ഞെടുപ്പിൽ അവൻ എങ്ങനെ നിൽക്കുമെന്നുള്ളതിലായിരുന്നു ദൈവത്തിന്റെ ദൃഷ്ടി. അതുകൊണ്ട് അവനെ അതിലേക്ക് ഒരുക്കിയെടുത്തു. അപ്പോൾ പ്രവർത്തികൾ നിമിത്തമല്ല, ദൈവത്തിന്റെ ഇഷ്ടം നിമിത്തമത്രേ. ആ ദൈവത്തിന്റെ ഇഷ്ടത്തിലും നാം കാണുന്നത് തീർച്ചയായും മനുഷ്യന്റെ പ്രകൃതമല്ലെങ്കിൽ സ്വഭാവത്തിനും അവിടെ ഒരു ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു ചോദ്യം വന്നത്, at any time the names are removed from the book for any reason? Yes, it is removed, as we see first of all in Exodus 32 and 33. എപ്പോഴെങ്കിലും എന്തെങ്കിലും കാരണത്താൽ ദൈവം എഴുതിയ പുസ്തകത്തിൽ നിന്നും പേരുകൾ മായ്ച്ചു കളയാൻ സാധ്യതയുണ്ടോ എന്നാണ് ചോദ്യം. ഉണ്ട്. എന്ത് കാരണത്താലാണെന്നും പറയുന്നുണ്ട്. ഏറ്റവും ആദ്യം അതേക്കുറിച്ചുള്ള വ്യക്തമായ സൂചന പുറപ്പാട് 32 32 33 വാക്യങ്ങളിലാണ്. നമ്മളതും വായിച്ചു പഠിച്ചിട്ടുണ്ട്. മോശ ദൈവത്തോട് പറയുന്നു, ഇസ്രായേലിന്റെ പാപം അങ്ങ് ക്ഷമിക്കണമേ, ഇല്ലെങ്കിൽ
അങ്ങ് എഴുതിയ പുസ്തകത്തിൽ നിന്ന്, അതായത് ജീവന്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മായിച്ചു കളയണമേ. 33-ാം വാക്യത്തിൽ ദൈവം പറയുന്നു, എടുത്തു ആരെങ്കിലും എങ്കിൽ വായിച്ചോ, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞോളാം. യഹോവ മോശയോട്, എന്നോട് പാപം ചെയ്തവന്റെ പേർ ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്ന് മായിച്ചു കളയും. സ്തോത്രം. എന്നോട് പാപം ചെയ്തവന്റെ പേര് ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്ന് മായിച്ചു കളയും. ഇപ്പൊ പാപം ചെയ്തവന്റെ പേര് മായിച്ചു കളയും. അത് തന്നെ നമ്മൾ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ നിന്നും കാണുകയുണ്ടായി. സർദീസിലെ സഭയോടുള്ള ബന്ധത്തിൽ കർത്താവ് പറയുന്നുണ്ട്, അവർ യോഗ്യന്മാരാകയാൽ. സർദീസിൽ നിനക്ക് കുറച്ചുപേര് എങ്ങനെയുള്ളവരുണ്ട്? ഉടുപ്പ് മലിനമാകാത്തവർ. ജീവിതം കാത്തു സൂക്ഷിക്കുന്നവർ, ഉടുപ്പും മലിനമാകാത്തവരുണ്ട്. അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോട് കൂടെ നടക്കും. എന്നിട്ട് ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായിച്ചു കളയാതെ എന്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേർ ഏറ്റുപറയും. സ്തോത്രം. അപ്പോൾ അവന്റെ പേര് മായ്ച്ചു കളയില്ല എന്ന് പറഞ്ഞാൽ അല്ലാതെ ഉള്ളവന്റെ പേര് മായ്ച്ചു കളയുമെന്ന്. അത് നമ്മൾ രക്ഷയുള്ള ബന്ധത്തിൽ പഠിച്ചതാണല്ലോ. അപ്പോൾ അവിടെ പാപം ചെയ്തവന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും. അത് ഈ ബ്രദറിനുകാരും ബാപ്റ്റിസ്റ്റുകാരും ഒക്കെ ചോദിക്കുന്നത് പോലെ പിന്നെ ദൈവം ഇങ്ങനെ ഡസ്റ്ററും കൊണ്ട് അവിടെ ഇരിക്കുക, പാപം ചെയ്യുന്ന ഉടനെ പേര് മായ്ച്ചു കളയും, പിന്നെ അവൻ മടങ്ങി വരുമ്പോൾ പിന്നെ എഴുതും. അങ്ങനെയല്ല, അത് നമ്മൾ കണ്ടിട്ടുണ്ട്. ദൈവം ഒരു കാലപരിധി അനുവദിക്കുന്നു. ആ പരിധിക്കകമാണ് മടങ്ങി വരേണ്ടത്. 50-ാം സങ്കീർത്തനത്തിൽ നമ്മളത് കാണുന്നുണ്ട്. മടങ്ങി വരുന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ വാളിന് മൂർച്ച കൂട്ടും. അത് ഓരോരുത്തർക്കു വേണ്ടിയും മടങ്ങി വരാൻ ദൈവം അനുവദിക്കുന്ന കാലപരിധി എത്രയാണെന്ന് നമുക്കറിയില്ല. എനിക്ക് കിട്ടുന്ന ബോണസ് പീരീഡ് ഡോക്ടർ സാജുവിന് കിട്ടണമെന്നില്ല. അദ്ദേഹത്തിന് കിട്ടുന്നത് അദ്ദേഹത്തിന് സ്വന്തം ഭാര്യയ്ക്കോ മക്കൾക്കോ കിട്ടണമെന്നില്ല. അത് ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ വെച്ചിരിക്കുന്നത്. പക്ഷെ എല്ലാവർക്കും ദൈവം മാനസാന്തരത്തിന് അവസരം തരുന്നു. ആ ഒരു സമയം കഴിയുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ദൈവത്തിൻ്റെ ക്രോധം നമ്മുടെ മേൽ ചൊരിയപ്പെടുന്നത്. റോമർ 2:4 മുതൽ നമ്മൾ വായിക്കാറുള്ളത് പോലെ ദൈവത്തിൻ്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ ദൈവത്തിൻ്റെ ദയ, ക്ഷമ, ദീർഘക്ഷാന്തി എന്നിവയുടെ ഐശ്വര്യം നിഷേധിക്കുന്നവർക്കാണ് ശിക്ഷാവിധി. സ്തോത്രം. കർത്താവിന് നമ്മോട് മനസ്സലിവ് തോന്നി, കരുണ തോന്നി. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തു നമുക്കെല്ലാവർക്കും വേണ്ടി മരിച്ചതുകൊണ്ടും മരണം ആസ്വദിച്ചതുകൊണ്ടും നമുക്കും ഈ രക്ഷയുടെ പെട്ടകത്തിലേക്ക് പ്രവേശിപ്പാൻ ഭാഗ്യമുണ്ടായി. നമുക്കതിൽ തന്നെ നിലനിൽക്കാം. ഉടുപ്പ് മലിനമാകാതെ ദൈവം നമ്മോട് കാണിക്കുന്ന മനസ്സലിവിനെ മാനസാന്തരമാക്കിക്കൊണ്ട് നാം നഷ്ടപ്പെട്ടു പോകാതെ ക്രിസ്തുയേശുവിൻ്റെ വരവിൽ കാണപ്പെടേണ്ടതിന് നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കി കർത്താവിൻ